സൈന്യങ്ങളെ യഹോവേ എത്ര വിദഗ്ധമായി. പ്രിയമുള്ളവരെ, मेरे प्रेमीजन, ദൈവരാജ്യം എന്ന വിഷയത്തെ കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. परमेश्वर के राज्य के बारे में हम चर्चा कर रहे हैं അതിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. और उसके तीसरे भाग की ओर हम आ रहे हैं. ഓരോ എപ്പിസോഡിന്റെ ടൈം വളരെ കുറച്ച് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. और एक एक एपिसोड छोटा रखने का प्रयास हम कर रहे हैं, എന്നാൽ അതിനകത്ത് പറയുന്ന കണ്ടൻസ് വളരെ പ്രാധാന്യമുള്ളതാണ്. लेकिन उसके अंदर में हम जो बता रहे हैं बहुत ही इम्पोर्टेंट है. ദൈവരാജ്യം സ്വർഗരാജ്യം എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചു പോരുന്നത്. परमेश्वर का राज्य और स्वर्ग राज्य, इसके बारे में हम चर्चा कर रहे हैं. ഇത് ഒരു 7 എപ്പിസോഡ് കൂടെ വീണ്ടും നീണ്ടുപോകാനുള്ള വിഷയമുണ്ട്. और ये और भी 7 एपिसोड में आ सकता है, उतना ज्यादा कंटेंट है इसका. എന്നാൽ ഇപ്പോൾ ഇവിടെ ഈ എപ്പിസോഡ് കൊണ്ട് തൽക്കാലം ആ വിഷയം നിർത്താനാണ് താല്പര്യപ്പെടുന്നത്. लेकिन हम इस एक तीसरा एपिसोड में इसको खत्म करना चाहते हैं. അഡീഷണൽ ആയിട്ട് വേണ്ടി വന്നാൽ പിന്നത്തേതിൽ ചെയ്യാം. अगर जरूरत पड़े तो आगे हम इसके बारे में ज्यादा चर्चा करें. പഴയ നിയമത്തിൽ തുടങ്ങി വന്നതും पुराने नियम में जो शुरुआत हुआ था, പ്രവാചകന്മാരുടെ പ്രവചന വിഷയങ്ങൾ നിവൃത്തിയാകുവാനുള്ളതും जो प्रवाचक लोग जो चीज को प्रवचन किए थे, നിവൃത്തിയാക്കുവാനുള്ള വിഷയമാണ് സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ മസിഹ രാജാവായി വാഴണം എന്നുള്ളത്. वो प्रवचन वही है जो प्रभु यीशु मसीह पुनरुत्थान प्राप्त करके इस धरती पर अपना राज्य करेंगे. ये प्रवचन पूरा होना था. യേശുക്രിസ്തുവിന്റെ 33.5 വയസ്സിൽ प्रभु यीशु मसीह के 3.5 साल के प्रचार के समय, അവസാനത്തെ 3.5 വർഷം आखिर के 3.5 साल, താൻ പ്രസംഗിച്ച പഠിപ്പിച്ച മുഖ്യ വിഷയം ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്നതായിരുന്നു. और वो हमेशा एक ही बात को प्रचार करते थे, वो है परमेश्वर का राज्य. ഇത് ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. और ये इसके बारे में हमने पहले एपिसोड में ही हमने चर्चा किया था. വീണ്ടും അല്പമായി ആവർത്തിക്കേണ്ട ആവശ്യം और ये थोड़ा और मैं बताने का कारण വീണ്ടും ഓർക്കുവാൻ വേണ്ടിയാണ്. इसको आपको याद दिलाने के लिए है, അതിനെ കണക്റ്റഡ് ആയി നിങ്ങൾക്ക് വീണ്ടും പഠിക്കുവാൻ കഴിയും. और इसके निरंतर जो है आगे की बात मैं बताना चाहता ഇതൊരു हूँ. ഉണർവ് പ്രസംഗമല്ല. ये एक प्रशंसा करने वाला एक समाचार नहीं है, എന്നാൽ ഉണർവ് ഉണ്ടാകുവാൻ വേണ്ടിയുള്ള വചന പഠനമാണ്. लेकिन प्रशंसा होने के लिए हम इस बात को हम पढ़ सकते हैं. ദൈവിക പ്രത്യാശ വർദ്ധിക്കുന്നതിനുള്ള ഒരു പഠനമാണ്. हमारे अंदर में प्रभु की आशा को बढ़ने के लिए हम इस चीज को पढ़ सकते हैं. ദൈവത്തിന്റെ വചനം നമ്മൾ ഭക്ഷിക്കുകയാണ്. हम क्या कर रहे हैं कि परमेश्वर के वचन को हम खा रहे हैं. അത് നിത്യജീവൻ നൽകുന്നതാണ്. वो हमें अनंत काल का जीवन देता है. ആമേൻ. आमीन. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 2-3 വാക്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു. प्रेरितों के काम उसका दूसरा अध्याय और हमने पहला अध्याय और 1 और 2 हमने पहले पढ़ा था. ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. एक और बार याद दिलाना चाहता സുവിശേഷങ്ങൾ हूं. മുഴുവനും യേശുക്രിസ്തുവിന്റെ പ്രസംഗ സാരം ദൈവരാജ്യമായിരുന്നു. सुसमाचार सारे हमेशा प्रभु परमेश्वर के राज्य के बारे में बताता है. മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ യേശു 40 ദിവസത്തോളം വീണ്ടും പ്രസംഗിച്ച വിഷയം ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. मृतकों से जी उठा प्रभु यीशु मसीह 40 दिन जिससे भी बात की है, सबसे परमेश्वर के राज्य के बारे में बात की. ദൈവരാജ്യ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഉറപ്പ് और കൊടുത്തു. प्रभु यीशु मसीह ये कहते थे कि मैं मृतकों से जी उठा हूं और उसमें राज्य का राजा मैं हूं. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജാതി രാജാവായി ഭരിക്കുവാനുള്ള ഞാൻ ജീവിച്ചിരിക്കുന്നു. और मैं जीवित हूं, ये कौन बोल रहा है? जो राजाओं का राजा, प्रभुओं का प्रभु, वो जीवित है, वो है प्रभु यीशु मसीह. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ ഇത് ശിഷ്യന്മാർ കേൾക്കുക. और ये जो प्रभु के शिष्य लोग, ये चेले लोग सुन रहे थे, അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് और ये क्या बताते हैं? ഒലിവുമലയുടെ ഏറ്റവും മുകളിലെ ഭാഗമാണ്. जैतून का वो पहाड़ के ऊपरी हिस्से के बारे में. ഇന്ന് അവിടെ സന്ദർശിച്ചാൽ യേശു ക്രിസ്തുവിന്റെ പാദം ചവിട്ടിയ പാദം അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. और हम अगर वहां पे उस जगह हम जाएंगे तो हम देखेंगे कि उस पत्थर में प्रभु यीशु मसीह के पैरों का निशान बना के रखा हुआ है लोगों ने. അതിന്റെ സ്ഫടികം കൊണ്ട് ചുറ്റുവട്ടം മറച്ചിട്ടുണ്ട്.
और उसके चारों तरफ उसको एक घेरा बना के रखा हुआ അതിന് है സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു പള്ളി പണിതിട്ടുണ്ട്. और उसके बीच में एक बहुत बड़ा एक कलीसिया या चर्च बना रखा है പല രാജ്യങ്ങളിൽ സന്ദർശിക്കുന്നവർക്ക് ഈ പ്രദേശം കാണുകയും മൗനമായി കയറി പ്രാർത്ഥിക്കുകയും ചെയ്യാം. और हर राज्य में से आने वाले लोग उस जगह आ सकते हैं और मौन होकर के वहां पे प्रार्थना कर सकते ഇത് हैं വെറും കഥയല്ല, സംഭവമാണ്. ये कोई कहानी नहीं है ये सत्य है ഇത് ആ ചിത്രങ്ങളും ആ ചുറ്റുവട്ടമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. अभी जो आप देख रहे हैं ये उनका चित्र है ഇത് ഒലൂമലയുടെ ഏറ്റവും ഉയർന്ന ये സ്ഥലമാണ്. जैतून का पहाड़ का सबसे ऊंचा हिस्सा ഇവിടെ है നിന്നാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്. यहीं से प्रभु यीशु मसीह स्वर्ग में गए थे യേശുവിന്റെ 11 ശിഷ്യന്മാരുമായി ഒരുമിച്ച് അവിടെ ആയിരിക്കുക. और प्रभु यीशु मसीह के 11 चेले उनके साथ में थे കർത്താവ് അവരോട് പറഞ്ഞു, प्रभु यीशु मसीह उनसे यही बात को कहते हैं ദൈവരാജ്യം സംബന്ധിച്ച ഉറപ്പ് വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. और प्रभु के राज्य के बारे में बार बार बता के उनको समझाते हैं അതിന്റെ ഭരണാധികാരിയായ ഞാനാകുന്നവൻ ഞാനാകുന്നു, ഇതാ ജീവിച്ചിരിക്കുന്നു. और उसका राजा का राज्य करने वाला राजा आज मैं जिंदा हूं तुम लोग के सामने हूं മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ യേശുവിന് ഇനി ഒരു മരണമില്ല. मृतकों में से जी उठा प्रभु यीशु मसीह को अब दूसरा एक मृत्यु नहीं है അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർക്ക് അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. और प्रभु ये के चेलों को यह बात बिल्कुल समझ आ गई മരണത്തെ വെന്ന് ഉയർത്തെഴുന്നേറ്റവനായ യേശുവേ, मृतकों में से जी उठा प्रभु यीशु मसीह അങ്ങക്ക് ഇനി ഒരു മരണമില്ല. अब तुम्हारे लिए एक दूसरा मृत्यु नहीं है അങ്ങേ ക്രൂശിച്ചു കൊന്ന ഈ ജാതിയെ ഭരിക്കുന്നത് അങ്ങ് തന്നെയാണ്. और इनको जो आपको क्रूस में चढ़ाए उनको राज्य उनके ऊपर राज्य करने वाला प्रभु यीशु मसीह तू ही है മുൾക്കിരീടധാരിയായ അങ്ങ് സ്വർണ്ണം കൊണ്ടുള്ള ആ കിരീടധാരിയായി ഭരണം നടത്തും. कांटों से भरा हुआ ताज जो आपने अपने सिर पे रखा था लेकिन अब सोने का मुकुट अपने सर पर रखेंगे അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ അത് വായിക്കുന്നു. और प्रेरितों के काम पहला अध्याय और उसका 6वां वाक्य में ये लिखा है ഒലൂമലയുടെ ഉയർന്ന ഭാഗത്ത് അവർ ഒരുമിച്ചായിരിക്കുകയാണ്. जैतून के पहाड़ के तरफ वो सब एक साथ इकट्ठा हो गए हैं ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നു, प्रभु के चेले प्रभु से ये कहते हैं യേശുവേ, ഇസ്രായേലിന്റെ ഈ കാലഘട്ടത്തിലാണോ രാജ്യം യഥാസ്ഥാനത്താക്കി തരുന്നത്? प्रभु यीशु मसीह क्या आप इज़राइल का राज्य को स्थिर अभी करेंगे കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, प्रभु यीशु मसीह अपने जीवन काल में अपने चेलों से ये बात को कहा ഭാവിയിൽ നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12നെയും ഭരിക്കുന്ന ന്യായാധിപന്മാരായിരിക്കും. और आने वाले सालों में तुम पूरे यहूदियों का न्याय करने वाले बनोगे അവർക്ക് വലിയ ആവേശമാണ്. और वो सुन के उनको बहुत ही आश्चर्य ഞങ്ങളുടെ हुआ ഉയർത്തെഴുന്നേറ്റവന യേശു ഞങ്ങളുടെ രാജാവ്. हमारा मृतकों में से जीव उठा प्रभु यीशु मसीह हमारा राजा है ഇസ്രായേൽ ഗോത്രത്തെ മുഴുവനും ഭരിക്കുന്ന ന്യായാധിപന്മാരായിരിക്കും ഞങ്ങൾ. और इसराइल के सारे लोगों को न्याय करने वाले न्यायाधीश हम बनेंगे ഒരു പറ, അതിന് സമയമായോ ഇപ്പോഴാണോ എന്നാണ് ചോദിച്ചത്. और वो पूछ रहे थे कि वो समय आ गया या फिर अभी है അതിന് അല്പ ടൈം കൂടെ ഉള്ളത് കൊണ്ട് കർത്താവ് അതിന് കൃത്യമായ മറുപടി പറഞ്ഞില്ല. और थोड़ा और समय है इसलिए प्रभु यीशु मसीह ने उसका उत्तर नहीं दिया നിങ്ങൾ ഈ ഒലൂമലയിൽ നിന്ന് താഴ്വരയിലേക്ക് ഇറങ്ങി जब ओलिव के पहाड़ से जब नीचे की ओर आओगे കെദ്രോൻ താഴ്വര കടന്ന് किद्रोन का वो जो स्थल है वहां पे आओगे സിയോൻ പർവ്വതത്തിലേക്ക് കയറും. सिय्योन के पर्वत की ओर तुम चढ़ोगे സിയോൻ പർവ്വതം കയറുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് മോറിയാമല. और सिय्योन के पर्वत के ओर आप जब चढ़ोगे तो सबसे पहला स्टेप है कुद्रोन का पहाड़ പല പർവ്വത നിരകൾ കയറി മധ്യഭാഗത്ത് വരുമ്പോൾ और भी आप ऊपर की ओर चढ़ोगे അവിടെയാണ് സെഹിയോൻ മാളികമുറി. और मध्य भाग के बीच में वहां पे सिय्योन का एक जगह हम कहते हैं നിങ്ങൾ അവിടെ കാത്തിരിക്കണം. वहां पे तो आप लोगों को बाट जोतना है ഭാഗ്യത്തിന് പരിശുദ്ധാത്മ കാര്യസ്ഥ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. पवित्र आत्मा उस समय आपके अंदर आएगा നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ശക്തരായി തീരും. पवित्र आत्मा में आप शक्ति प्राप्त करोगे അഗ്നി അഭിഷേകത്താൽ നിങ്ങൾ നിറയപ്പെടും. आग की शक्ति से आप भर जाओगे യെരുശലേമിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം അങ്ങനെ നിങ്ങൾ സാക്ഷികളാകും. और इस्राएल और यरूशलेम और धरती के एक एक कोने तक आप समाचार सुनाओ അവിടെ എല്ലാം ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാൻ वहां पर सब प्रभु का राज्य के बारे में प्रचार करोगे അവരുടെ ജീവിതത്തിൽ
അത് നിവൃത്തിയായി. और उनके सबके जीवन में वो वचन परिपूर्ण हो गया। അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ കൊടിയ മുഴക്കത്തോടുകൂടെ ആ ശിഷ്യഗണങ്ങളിലേക്ക് അഥവാ 120 പേരിലേക്ക് ഇറങ്ങി വന്നു. हम जानते हैं प्रेरितों के काम उसका दूसरा अध्याय में पवित्र आत्मा बहुत शक्ति के साथ उन सब चेलों के ऊपर आते हैं। യെരുശലേം തുടങ്ങി ലോകത്തിന്റെ അറ്റത്തോളം ശിഷ്യഗണങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു. और यरूशलेम से शुरू करके दुनिया के हर एक छोर तक परमेश्वर प्रभु यीशु मसीह का प्रचार वो करते थे। കർത്താവിന്റെ കാര്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. परमेश्वर का हाथ उनके साथ में था, അതുകൊണ്ട് അവരിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നു. इसलिए उनके हाथों से वो जहां जहां जाते थे वहां पे अद्भुत कार्य होते थे। കർത്താവ് യേശു യെരുശലേമിൽ ഗലീലം ചുറ്റുമുള്ള സകല പള്ളികളെ തിരഞ്ഞു കണ്ടുപിടിച്ച് അവരോട് ഉപദേശിച്ചു. प्रभु यीशु मसीह एक एक यहूदियों के जगह जा करके उनसे सुसमाचार सुनाते थे। അങ്ങനെയാണ് കർത്താവ് കാണിച്ചു കൊടുത്ത ക്രമം ശിഷ്യന്മാരും ചെയ്തത്. और उसी तरह से प्रभु ने के चेलों ने उनका काम किया। യേശുവിന്റെ ശിഷ്യന്മാരും ആദ്യം ലോകത്തിന്റെ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയോ അവിടെ സിനഗോഗുകളാണ് അന്വേഷിച്ചത്. और जहां जहां वहां पे यहूदी लोग जाते थे वो प्रभु परमेश्वर का और वो वहां पे जाके यहूदियों का मंदिर में वो जाते थे। അവരുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചു. और उनके बीच में परमेश्वर का राज्य के बारे में वो बोलते थे। അവരുടെ രോഗികളെ സൗഖ്യമാക്കി. और वहां पे रोगियों को चंगा करते थे। ഭൂതങ്ങളെ വാക്കുകൊണ്ട് പുറത്താക്കി. भूतों को अपने बात से और अपने लोगों के शरीर से निकालते थे। ചില സന്ദർഭങ്ങളിൽ മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തു. और ऐसे भी हुआ है कि जो मृत्यु हो गया उनको जिला उठाते थे। അങ്ങനെ അവർ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ उस तरह जब वो परमेश्वर के राज्य के बारे में बोलते थे, വരുവാനുള്ള ഒരു ഭരണകർത്താവായ രാജാവായ യേശുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. वो हमेशा आने वाला प्रभु यीशु मसीह के बारे में कहते थे। അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ദൈവപുത്രനായി ഉയർത്തെഴുന്നേറ്റവനാണ്. और वो मृतकों में से जी उठा हुआ प्रभु यीशु मसीह है। യേശു ദൈവാദിയും കർത്താദി കർത്താവുമാണ് പ്രസംഗിക്കാൻ തുടങ്ങി. प्रभु यीशु मसीह राजाओं का राजा और प्रभुओं का प्रभु है। കർത്താവിന്റെ കരം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മിറക്കിൾ അവരുടെ ഇടയിൽ നടന്നു. और प्रभु यीशु मसीह उन चेलों के साथ में था, इसलिए उनके साथ अद्भुत काम ആ होते थे। വിഷയത്തെ വേഗത്തിൽ ചുരുക്കുവാനായി ആഗ്രഹിക്കുന്നു. और वो ये बात को हम बंद करना चाहते हैं। അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. प्रेरितों के काम उसका 19 अध्याय और उसका 8वां वाक्य हम पढ़ते हैं। ഇതൊരു പഠനമാകയാൽ വ്യക്തമായി നിങ്ങൾ ചിന്തിക്കണം. ये एक पढ़ाई का बात है, एक विषय है, तो आपको समझना जरूरी है। 19-ന്റെ 8-ാം വാക്യം, പിന്നെ അവൻ പള്ളിയിൽ ചെന്നു ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചു. और लिखा है 19 का 8 में कि वह आराधनालय में जाकर 3 महीने तक निडर होकर बोलता रहा और परमेश्वर के राज्य के विषय में विवाद करता रहा। വെളിപ്പെടുവാനുള്ള രാജ്യത്തെ കുറിച്ചുള്ള വിശദമായ ഒരു ചർച്ചയാണ് അവിടെ നടന്നത്. आने वाला प्रभु यीशु मसीह के राज्य के बारे में बहुत ही ज्यादा और विवाद और समझाता था। ഏഷ്യ മേനന്റെ എല്ലാ പട്ടണങ്ങളിലും അത് പ്രസംഗിച്ചു. और एशिया माइनर के हर एक जगह में वो प्रचार किया गया। അങ്ങനെ യഹൂദന്മാരുടെ ഇടയിൽ ജാതികളിൽ നിന്ന് വന്ന വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു. और यहूदियों के बीच में से बहुत से जाति प्रभु यीशु मसीह पर विश्वास किए। സംവാദം എന്ന് പറയുന്നത് ഇന്ന് ടിവിയിലെ അതിപ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. संवाद करके एक बहुत ही एक बड़ा विषय आजकल टीवी में बात होता है। എവിടെയെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടായാൽ, एक कहीं भी अगर कोई एक दुर्घटना होती है, ഉരുൾപൊട്ടൽ ഉണ്ടായാൽ, एक लैंडस्लाइड होता है, ഭൂകമ്പം ഉണ്ടായാൽ, भूकंप अगर होता है, ജ്വാലാമുഖി അഗ്നിപർവ്വതം ഉണ്ടായാൽ, ज्वालामुखी अगर फूटता है, അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ ഒരു മന്ത്രിയുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, और मनुष्य के बीच में एक मंत्री का कोई कंट्रोवर्सी होता है, വളരെ മ്ലേച്ഛകരമായ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഒരിടത്തുണ്ടായാൽ, अगर बिल्कुल खराब बात कोई महान व्यक्ति करता है, അവയെക്കുറിച്ചുള്ള ഒരു സംവാദം ടിവിയിൽ പ്രത്യക്ഷപ്പെടും. और उसके बारे में एक विवाद जो है टीवी में आता है। അതിൽ മധ്യസ്ഥന്മാർ കാണും, വക്കീല് കാണും,
ലീഡർ കാണും, പല വ്യക്തികൾ അത് ചർച്ച ചെയ്യുകയാണ്. और हम जानते हैं कि वो चर्चा में बहुत ही बुद्धिशाली व्यक्ति लोग, जो मंत्री और डॉक्टर और इंजीनियर लोग आकर के उसमें विवाद करते हैं। ജഡ്ജിമാരും ഉണ്ടായിരിക്കും. उसमें जज जो होते हैं वो भी रहते हैं, കാര്യം വ്യക്തമായി ചർച്ച ചെയ്ത് അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരിക എന്നുള്ളത്. और वे चर्चा करके वो एक आखिरी कंक्लूजन में आते हैं। ഇവിടുത്തെ ഒരു ചർച്ചകളിലും ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തുകയില്ല, ആ ചർച്ചയിൽ വഴിയിൽ വെച്ച് അവസാനിക്കുകയുള്ളൂ. और लेकिन हमारा इस विषय में कोई हमेशा चर्चा होगा, लेकिन वो कभी खत्म नहीं होगा। എന്നാൽ പൗലോസ് ഇവിടെ മോഡറേറ്ററായി ഇരുന്നു കൊണ്ട് लेकिन पौलुस जो है वहां पे एक विवाद का मॉडरेटर बन के वहां पर खड़ा रहता है। അവിടെ പുരോഹിതന്മാരുണ്ട്, वहां पे पुरोहित लोग हैं, മഹാപുരോഹിത വർഗത്തിൽപ്പെട്ട കുറച്ചു പേരുണ്ട്, महापुरोहित के कुछ जाति के लोग वहां पे हैं, സദൂക്യരുണ്ട്. सदूक लोग भी वहां पे हैं। ഇങ്ങനെയുള്ള ഒരു ലീഡർ സമൂഹത്തിന് നടുവിൽ ഒരു വിഷയം വിളംബരം ചെയ്തു. और ऐसे महान बुद्धिशाली व्यक्तियों के बीच में पौलुस यह एक विचार पर विवाद करता है। വിഷയം ദൈവരാജ്യം. विषय क्या है? परमेश्वर का राज्य। അവിടെ വായിക്കുന്നു, ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം നീണ്ടു നിന്ന ബൈബിൾ ക്ലാസ്. वहां पे लिखा हुआ है कि परमेश्वर के राज्य के बारे में विवाद करता और समझता रहा, और कितना दिन? 3 महीने तक। കുറെ പേർ വിശ്വസിച്ചു, സമ്മതിച്ചു. कुछ लोग विश्वास किए और समझ में आया, കുറെ പേർ കഠിനമായി തീർന്നു. लेकिन कुछ लोग जो अपने हृदय को कठिन कर दिए। 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ വായിക്കുന്നു, और 9वां वाक्य के आखिर में बताता है, തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോന്നു. और वो प्रतिदिन तुरन्नुस की पाठशाला में विवाद करता रहा। അത് 2 വർഷത്തോളം നീണ്ടു നിന്നു. वो 2 साल और चलता गया। അങ്ങനെ ഈ ദൈവരാജ്യത്തെ കുറിച്ചുള്ള വലിയ സംവാദങ്ങൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ നടന്നു. और वहां पर हम समझते हैं कि पहले फर्स्ट एडी में ही परमेश्वर के राज्य के बारे में विवाद शुरू हुआ। അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം മുഴുവനും പറഞ്ഞിരിക്കുന്നത് 30 വർഷത്തെ ചരിത്രമാണ്. प्रेरितों के बाद उसका 28 अध्याय में इसके बारे में और भी ज्यादा बताया गया है। 28-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം നമുക്ക് വായിക്കാം. और 28 अध्याय का 23 वाक्य हम इस तरह पढ़ते हैं, അവരുടെ ഇടയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു വിഷയമായിരുന്നു ദൈവരാജ്യം. और उन सब के बीच में बहुत एक झगड़ा का समान, एक गुस्से का एक समान एक विवाद का विषय था परमेश्वर का राज्य। 23-ാം വാക്യം വീണ്ടും ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. प्रेरितों के काम उसका 28 अध्याय और 23 वाक्य में ऐसा लिखा है, तब उन्होंने उसके लिए एक दिन ठहराया और बहुत लोग उसके यहाँ इकट्ठा हुए, और वह परमेश्वर की राज्य की गवाही देता हुआ और मूसा की व्यवस्था और भविष्यवक्ताओं की पुस्तकों से यीशु के विषय में समझा कर भोर से शाम सांझ तक वर्णन करता रहा। പ്രഭാതം തുടങ്ങി അസ്തമനം വരെ ഒരു ഡീപ്പ് ബൈബിൾ സ്റ്റഡിയാണ്. सुबह से लेके शाम तक एक बहुत ही गहरा प्रभु का वचन का पढ़ाई वहां पे चल रहा था। ഒറ്റ വിഷയം, ദൈവം രാജാവായി ഭരിക്കുന്ന ദൈവരാജ്യം. और एक ही विषय था, वो है प्रभु परमेश्वर जो है राज्य करेंगे प्रभु के राज्य में। അപ്പോസ്തലനായ പൗലോസിന്റെ രക്തസാക്ഷിത്വത്തിന്റെ കാലത്തിലേക്ക് അടുത്തു വരുന്നു. प्रभु हमारे पौलुस जो है उनका जब अंतिम समय आ जाता है, അപ്പോൾ റോമിലാണ് പൗലോസിന്റെ അവസാന നാളുകൾ. हम जानते हैं कि रोम के राज्य में था वो पौलुस के आखिरी दिन। അവിടെയും പൗലോസ് കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 29-30 വാക്യം और 29 और 30 वाक्य में हम पढ़ते हैं, മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു, തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ടു, പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു പോന്നു. और वो प्रेरितों के काम उसका 28 और 30 और 31 में से लिखा है, वह पूरे 2 वर्ष अपने भाड़े के घर में रहा, और जो उसके पास आते थे उन सब के से मिलता रहा, और बिना रोक टोक बहुत निडर होकर परमेश्वर का राज्य के बारे में प्रचार करता और प्रभु यीशु मसीह की बातें सिखाता रहा। ചുരുക്കി പറഞ്ഞാൽ
സുവിശേഷങ്ങൾ മുഴുവനും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗമാണ്. अगर हम इसको संक्षिप्त रूप में से देखें, सारा सुसमाचार परमेश्वर के राज्य के बारे में है। അപ്പോസ്തലന്മാരുടെ പ്രസംഗം മുഴുവനും അപ്പോസ്തല പ്രവൃത്തികൾ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. और अपोस्टल्स जो हैं प्रेरितों के काम में पूरा परमेश्वर के राज्य के बारे में बताते हैं। ഇതിനിടയിൽ ഉളവായതാണ് ലേഖനങ്ങൾ മുഴുവനും. और उसके बीच में निकला हुआ है हमारा पौलुस और अनेक लेखकों का लेखन। പുതിയ നിയമത്തിന്റെ അവസാനത്തെ ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. और प्रकाशित वाक्य है हमारे वचन का सबसे आखिरी किताब। അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജവാഴ്ചയെക്കുറിച്ച് മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. और वहां पर प्रभु यीशु मसीह के राज्य के बारे में बहुत ही मनोहर रीति से लिखा गया है। പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന മകൾ വിഷയമാണ് സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം. पुराने नियम और नया नियम दोनों में प्रभु के राज्य के बारे में लिखा गया है। ഇവയെക്കുറിച്ച് വ്യക്തമായി ഗ്രഹിക്കുക, അത് അനുഗ്രഹമായി തീരും. इस वचन के और इस विषय के बारे में ज्यादा समझना ये आपके लिए आशीष का कारण बनेगा। അതിന്റെ ഒരു പശ്ചാത്തലം കൂടെ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ നിർത്താം. और मैं तुरंत एक और बात बोल करके रोकना चाहता हूँ। വെളിപ്പാട് പുസ്തകം 19 അധ്യായം प्रकाशित वाक्य और उसका 19 अध्याय 1 വാക്യം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത് ഹല്ലേലൂയ. और वहां पे लिखा गया है, इसके बाद में स्वर्ग में मानो बड़ी भीड़ और ऊंचे शब्द से यह कहता सुना कि हालेलुया, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. उद्धार और महिमा और सामर्थ हमारा परमेश्वर ही का है। അനന്തരം എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങുകയാണ്. और इसलिए करके यहाँ पे शुरू होता ഈ है। ലോക സാഹചര്യങ്ങളെല്ലാം മാറിയതിനു ശേഷം, मतलब इसके बाद मतलब हर काम होने के बाद, ആന്റി ക്രൈസ്റ്റിനാലുള്ളതായ ഭരണവും കഴിഞ്ഞതിന് ശേഷം, मसीह विरोधी के आने के बाद, അനന്തരം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. इसके बाद का मतलब वही है। 6 വാക്യം വരെ ആവർത്തിച്ച് 4 പ്രാവശ്യം ഹല്ലേലൂയ 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 എന്ന് പാടുകയാണ്. और वहां पे हम देखते हैं कि 6 वाक्य तक हालेलुया हालेलुया करके वो गाते हैं। അതിന്റെ രത്നം ചുരുക്കം 6 വാക്യത്തിൽ വിവരിക്കുന്നു. और उसका जो संक्षिप्त बात है 6वां वाक्य में लिखा है, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ കോശം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെ ഞാൻ കേട്ടത് ഹല്ലേലൂയ. फिर मैंने बड़ी भीड़ सा और बहुत जल का सा शब्द और गरजनों का सा बड़ा शब्द सुना, हालेलुया। അവിടെ പറയുന്നത് വലിയ പുരുഷാരം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. हम देखते हैं बड़ी भीड़ सा ऐसा करके शुरू करते ഈ हैं। വലിയ പുരുഷാരം എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ്. और ये बड़ी भीड़ कौन है? परमेश्वर के उद्धार पाए हुए पवित्र जन। വീണ്ടെടുക്കപ്പെട്ട ദൈവജനം സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഇരുന്ന് പാടുകയാണ്. और हम जानते हैं कि प्रभु यीशु मसीह के साथ हम सब जब उठाए जाते हैं, वही है ये भीड़। ഭൂമിയിലേക്ക് രാജഭരണത്തിനായി വരുവാനുള്ള ഒരുക്കമാണത്. और ये इस धरती पे अधिकार करने और शासन करने के लिए वो आते हैं। അതൊരു ഇനോഗ്രേഷൻ ആണ്. वो एक इनॉग्रेशन है। ദൂതഗണങ്ങൾ മുഴുവൻ നിരന്നിട്ടുണ്ട്. दूतगण उनके साथ में है। ദൂതഗണത്തോട് സമമായി തീർന്ന ദൈവദൂതന്മാരെ പോലെയാണ് ദൈവസഭ. और परमेश्वर के दूत जन के जैसे ही है परमेश्वर के सभा। അവർ ബഹുപുരുഷാരം എന്ന് പറഞ്ഞിരിക്കുകയാണ്. और वहां पे देखते हैं कि बहुत बड़ी एक भीड़, ജനകോടികളാണ് അവർ. और लाखों और करोड़ों में लोग हैं। അവർ സന്തോഷത്തിന്റെ ആധിക്യത്താൽ ദൂതന്മാരോട് ചേർന്ന് ഏലയിട്ട് പാടുകയാണ്. और आनंद के साथ वो दूतों के साथ वो गाना गाते हैं, ഹല്ലേലൂയ. हालेलुया। സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. और सारी शक्ति प्राप्त करके प्रभु यीशु मसीह राजा बन गए हैं। എത്രയും വേഗം ഈ ഭാവി നാളുകളിൽ अरे जितना जल्दी ही आने वाले दिनों में യേശു രാജാവായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരും. और प्रभु यीशु मसीह स्वर्ग से उतरकर इस धरती पे आएंगे। പിതാവായ ദൈവം പുത്രനെ രാജാവായി അഭിഷേകം ചെയ്തു കഴിഞ്ഞു. परमेश्वर ने प्रभु यीशु मसीह को राजा बनाकर अधिकार दे दिया है। യേശുവിന് എക്ലിഷ്യ എന്ന കന്യകയെ കൊടുത്തിരിക്കുന്നു.
और प्रभु यीशु मसीह को इक्लीसिया करके एक उनको दिया गया है शादी करने के लिए। എക്ലീഷ്യ എന്ന വാക്കിനകത്ത് സകല വിശുദ്ധന്മാരുടെയും കൂട്ടമുണ്ട്. और इक्लीसिया करके उस वाक्य में सारे पवित्र जन आते हैं അവർ സന്തോഷാധിക്യത്താൽ സ്വർഗം പ്രകമ്പനം കൊള്ളിച്ച് പാടുകയാണ്. और वो आनंद के साथ स्वर्ग में वो गाते हैं, നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. ഹല്ലേലൂയ. हमारा प्रभु यीशु मसीह राजा बन गया है, अपना राजत्व ले चुका है। हालेलुया। അടുത്ത 19-ാം അധ്യായം 11-ാം വാക്യമാണ്. और उस 19 का अध्याय का 11 वाक्य में इस तरह लिखा है, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. फिर मैं स्वर्ग खुला हुआ देखा। എന്ന് പറഞ്ഞ അനന്തരം എന്ന് പറഞ്ഞ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ഓർഡറിൽ പറഞ്ഞിരിക്കുകയാണ്. और वहां पे देखते हैं फिर, मतलब इससे पहले कुछ हुआ है और उसके बाद कुछ होगा। ഭൂമിയിലേക്ക് ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വരുന്നതിന് മുമ്പുള്ള ഒരു ഉദ്ഘാടനമാണ് ഹല്ലേലൂയ ഗാനമഞ്ജരി. और हल्लेलुया का गाना जो है वो स्वर्ग से उतरने वाला हो, परमेश्वर का राज्य का शुरुआत है। സകല വിശുദ്ധന്മാരുമായി ഒരുമിച്ച് സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് വരികയാണ്. सारे पवित्र जनों के साथ में स्वर्ग से परमेश्वर का पुत्र यीशु मसीह इस धरती पे आएगा। യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവൻ ഇരിക്കുന്നവൻ വിശ്വസ്തനും സത്യവാനും എന്ന പേരാണ്. और वो जो बैठा है वो विश्वास योग्य है और सत्य है, നീതിയോടുകൂടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. न्याय के साथ वो अपना शासन करता है। അവന് കണ്ണ് അഗ്നിജ്വാല, उनकी आंखें आंखों से आग निकलता है, തലയിൽ 12-ാം വാക്യം, തലയിൽ അനേക രാജമുടികൾ. और उनके सिर पे अनेक राज मुकुट हैं। ഹല്ലേലൂയ. हालेलुया। രാജാക്കന്മാരുടെ രാജാവായ മസിയ രാജ കിരീടം ചൂടിക്കൊണ്ട് വരികയാണ്. राजाओं का राजा प्रभु यीशु मसीह अपने सिर पे राज मुकुट रख के आते हैं। 14-ാം വാക്യം വായിക്കുമ്പോൾ 14 वाक्य जब हम पढ़ते हैं, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ച് അവനോടൊപ്പം വരികയാണ്. और स्वर्ग के सेना श्वेत घोड़े पर सवार और श्वेत और शुद्ध मलमल पहने हुए उसके पीछे पीछे हैं। പഴയ നിയമത്തിൽ സ്വർഗീയ സൈന്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലെ ദൂതന്മാരാണ്. और पुराने नियम में स्वर्ग का सैन्य का मतलब स्वर्ग के दूतगण है। പുതിയ നിയമത്തിൽ വിശുദ്ധന്മാർ സ്വർഗീയ സൈന്യമായി തീർന്നിരിക്കുക. और नए नियम में इस धरती के पवित्र जन स्वर्ग के सैन्य है। അങ്ങനെ സ്വർഗീയ സൈന്യമായി അധികാരത്തോടു കൂടെ ഭരിക്കുവാൻ ഭൂമിയിലേക്ക് വരുന്നു. और उस स्वर्ग में से अधिकार के साथ शासन करने के लिए स्वर्ग से धरती पर आते അങ്ങനെ हैं। ക്രിസ്തുവും തന്റെ എക്ലീസിയായ സഭയും ഒരുമിച്ച് ചേർന്ന് ഭൂമിയിൽ 1000 വർഷം और प्रभु यीशु मसीह और उनकी कलीसिया एक साथ इस धरती पर शासन करेंगे। ഇതിനെ തുടർന്നുള്ളത് പല മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. और इसके और भी आगे बहुत ही घंटों भर का प्रचार में कर सकता हूँ, എന്നാൽ ഇപ്പോൾ ഈ വിഷയം ഇവിടെ ഉപസംഹരിക്കുന്നു. लेकिन मैं अभी आज यहाँ पर मैं बंद करना चाहता हूँ। നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. और आप अगर आगे चाहते हैं तो इसके बारे में और भी ज्यादा हम आगे വളരെ बढ़ाएंगे। സമത്വ സുന്ദരമാർന്ന ഒരു ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകും. बहुत ही खुशी आनंद का एक स्वर्ग का राज्य का स्थापना यहाँ पे होगा। യേശുവും വിശുദ്ധന്മാരുമായി 1000 വർഷം ഭരണം നടത്തും. प्रभु यीशु मसीह अपने पवित्र जनों के साथ 1000 साल यहाँ पे राज करेंगे। അന്ന് ഭൂവാസികളുടെ പാപമെല്ലാം മാറ്റപ്പെട്ടിരിക്കും. और इस धरती पे जितने पापी जन हैं उनका पाप सब धुल जाएगा। എങ്ങും സമാധാനമാണ്, हर जगह शांति होगी, എങ്ങും നീതി മാത്രമാണ്. हर जगह न्याय ही होगा। നീതിയോടുള്ള ഭരണമാണ് യേശുവിന്റെ ഭരണം. न्याय और नीति से जो गवर्नमेंट होगा वो है प्रभु यीशु ആ मसीह का കാലഘട്ടത്തിൽ ഇവിടെ ഒരു രോഗിയും ഉണ്ടായിരിക്കുകയില്ല. उस समय में एक भी रोगी नहीं होगा। എനിക്ക് രോഗമെന്ന് പറയുവാൻ ആരുമേ കാണുകയില്ല. मेरे को कोई बीमारी है ऐसा बोलने वाला एक व्यक्ति नहीं होगा। കള്ളന്മാര് കാണുകയില്ല. कोई भी चोर नहीं होगा, അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ഇല്ല, कोई भी पुलिस स्टेशन नहीं പോലീസ് होगा, ഭരണമില്ല, पुलिस का शासन नहीं है, കളവും ചതിയുമില്ല, और चोरी और डकैती नहीं है, അതുകൊണ്ട് കോടതിയുമില്ല, और इसलिए कोई कोर्ट भी नहीं है। അവിടെ ജഡ്ജിയുമില്ല, വക്കീലുമില്ല, वहां पे ना कोई वकील है ना कोई जज है, അതുകൊണ്ട് ജയിലുമില്ല. इसलिए जेल भी नहीं है। അത്ര മനോഹരമായ ഒരു ദൈവരാജ്യം യേശു ഭൂമിയിൽ സ്ഥാപിതമാക്കും. और इतना सुंदर शांति आनंद से भरा हुआ एक राज्य हमारा प्रभु यीशु मसीह ഇവയെ का കുറിച്ച് है। കൂടുതൽ പറയുവാനായി ആഗ്രഹമുണ്ട്.
इससे और भी ज्यादा बोलने का मुझे और भी इच्छा है, നിങ്ങളുടെ പ്രതികരണം അതിന് മറുപടി ലഭിക്കും. और आप इसके ऊपर क्या कमेंट आप लिखते हैं उसके ऊपर निर्भर करता ഈ है। വിഷയം ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. मैं यहाँ पर ये विषय बंद करना ദൈവം चाहता എല്ലാവരെയും हूं। അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु परमेश्वर आप सबको आशीष दे। ആമേൻ. आमीन।